അതെ, വ്യാപകമല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും ഉണ്ടാകുന്നത് വിഷമകരമാണ്. അതിൽ ജനങ്ങളുടെ പ്രയാസം, പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരുടെ പ്രയാസമൊക്കെ നന്നായിട്ട് ഞാനും മനസ്സിലാക്കുന്നു. അത് ഒഴിവാക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തി. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തൊട്ടാകെ ഉണ്ടായ ഒരു പ്രതിഭാസമാണ് പസഫിക് സമുദ്രത്തിലുണ്ടായ എൽനിനോ പ്രതിഭാസം. അതുകൊണ്ട് രാജ്യത്തൊട്ടാകെ ഉഷ്ണതരംഗം വർദ്ധിച്ചു. അതിൻ്റെ ഫലമായിട്ട് വൈദ്യുതിയുടെ ഉപയോഗം ഇന്ത്യ രാജ്യത്തൊട്ടാകെ കൂടി. നമ്മൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ കൂടുതൽ ഷോർട്ടേജ് വന്നപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കടം വാങ്ങിയിരുന്നു. അത് ജൂൺ 15 കേരളത്തിൽ മഴ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജൂൺ 15 ശേഷമാണ് നമ്മൾ അത്തരം പച്ചക്കടം വാങ്ങിയത് മടക്കി കൊടുക്കേണ്ടത്. അതിപ്പോൾ നമുക്ക് മടക്കി കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് രാജ്യത്തൊട്ടാകെ വന്ന വലിയ സമ്മർദ്ദം, ഉഷ്ണതരംഗം വർദ്ധിച്ചത്, അതുവഴി വൈദ്യുതിയുടെ ഉപയോഗം കൂടി. എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്രതിസന്ധി അല്ലെങ്കിൽ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ മടക്കി കൊടുക്കാനും കൂടെ നിർബന്ധമാകുന്നു. മറ്റൊരു കാര്യം, നമ്മളുടെ സോളാറൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് പകൽ സമയത്താണ്. രാത്രിയിലാണ് നമുക്ക് ഏറ്റവും വലിയ ക്ഷാമം നേരിടുന്നത്. നമ്മളെ ജലസംഭരണിയിലെ കൊല്ലം മഴ കുറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ജൂൺ മാസം പകുതിയിൽ നമ്മളുടെ ജലസേചന പദ്ധതികളുടെ ജലസംഭരണിയിൽ 47%, സംഭരണശേഷിയുടെ 47% വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 21 കുറഞ്ഞു. ഈ രണ്ട് പ്രയാസങ്ങളാണ്. ഒന്ന്, രാജ്യത്തൊട്ടാകെ ഉണ്ടായ ഊർജ്ജ പ്രതിസന്ധി, കേരളം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വാങ്ങിയത് മടക്കി കൊടുക്കൽ, നമ്മുടെ ജലസംഭരണിയിലെ വെള്ളം കുറഞ്ഞത്, ചൂട് കൂടുമ്പോഴുള്ള ഉപയോഗം കൂടുന്നത്. അതുകൊണ്ടാണ് ചെറിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. അത് കഴിയുന്നത്ര കുറയ്ക്കാൻ, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്നത് കൂടുതലാക്കാൻ പരമാവധി പരിശ്രമിക്കുകയാണ്. ലഭ്യത കുറവാണ്. കാരണം നമുക്ക് വാങ്ങാവുന്നതിന് എത്രയാണെങ്കിൽ പോലും 10 രൂപ കൂട്ടി വാങ്ങാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും, ചില സംസ്ഥാനങ്ങൾ പകലും വാങ്ങുകയാണ്. നമുക്ക് പകൽ വാങ്ങേണ്ട ആവശ്യകതയില്ല. അതുകൊണ്ട് ലഭ്യത അനുസരിച്ച് കിട്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സംഭരിക്കുന്നതിന് വേണ്ടി, വാങ്ങുന്നതിന് വേണ്ടി നമ്മളുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെയും അതുപോലെ പുതിയ സെക്രട്ടറി ചുമതല ഏറ്റെടുത്തു. സെക്രട്ടറിയും ഞാനും ചീഫ് എഞ്ചിനീയർമാരും 2 വട്ടം തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. ഇതിലെ ജനങ്ങളുടെ പ്രയാസം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. അത് പരിഹരിക്കാനുള്ള കഴിയാവുന്ന എല്ലാ നടപടികളും തുടരുന്നതാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മുടെ കാലാവസ്ഥ ഇത്ര മോശമാകും. ജൂൺ മാസത്തിൽ നമുക്ക് പകുതിയോടുകൂടി കടം വാങ്ങിയത് തിരികെ കൊടുക്കാവുന്ന ധാരണയിലാണ് നമ്മൾ ഏപ്രിലും മാർച്ചിലും കടം വാങ്ങിയത്. അത് തിരികെ കൊടുക്കേണ്ടതും അഡീഷണലായിട്ട് നമുക്ക് വൈദ്യുതിയുടെ ഉപയോഗം വന്നതുമാണ് ഈ പ്രതിസന്ധി. ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അല്ല, ഇത് മനസ്സിലാക്കണമല്ലോ. ഇത് മനസ്സിലാക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിലും മാർച്ചിലും കടം വാങ്ങിയത് സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് പറയാൻ പറ്റുമോ? ആ കടം വാങ്ങിയത് മടക്കി കൊടുക്കേണ്ടത് പുതിയ സർക്കാരല്ലേ? അത് സർക്കാരില്ലല്ലോ, ബോർഡല്ലേ. ഏത് സർക്കാർ എന്നുള്ള വ്യത്യാസമില്ലല്ലോ. ആ സർക്കാർ കേരള ഗവൺമെൻറ് അല്ലേ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡാണല്ലോ കടം വാങ്ങുന്നത്. അത് മടക്കി കൊടുക്കണല്ലോ. അത് പ്രതീക്ഷയെ മഴ കിട്ടുന്നില്ല, രാജ്യത്തൊട്ടാകെ കിട്ടുന്നില്ല. അതിൻ്റെ ഭാഗം കേരളത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും വലിയ റെയിനി സീസണാണ്. ആ സീസണിൽ മഴ കിട്ടാത്തതാണ് പ്രധാനപ്പെട്ട കാരണം. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.